നമസ്കാരം. യുഎസ് ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. ചർച്ചയ്ക്കായി ഡോക്ടർ സിനിയ ടി നുജും അസോസിയേറ്റ് പ്രൊഫസർ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാഡം. നമസ്കാരം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും സാധാരണ സ്ത്രീകൾ കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തപ്പെടുത്തി ആഹാരം കഴിക്കേണ്ട ആവശ്യമുണ്ടോ മാഡം? എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും സാധാരണ ഒരു സ്ത്രീ, അവരുടെ ഒരു പ്രായത്തിലുള്ള സ്ത്രീ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയാണ് അവരുടെ ആഹാരം കഴിക്കേണ്ടത്. അവർ സമീകൃത ആഹാരമാണ് കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാ തരം ആഹാരങ്ങളും ചിലപ്പോൾ നമുക്ക് കൂട്ടി കഴിക്കേണ്ടി വരത്തില്ല. പക്ഷേ ഈ സമയത്ത് നമുക്കറിയാം, കുഞ്ഞിൻ്റെ വളർച്ച നടക്കുന്ന സമയമാണ് ഗർഭിണികളെ സംബന്ധിച്ച്. അപ്പം ഈ വളർച്ചയുടെ സമയത്ത് നമുക്ക് ഒരുപാട് പോഷകങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗർഭിണികൾ കൂടുതലായിട്ട് ആഹാരം കഴിക്കണം. അത് ഏത് തരാമെന്ന് നമുക്ക് പിന്നീട് പറയാം. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ ഇപ്പം മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പോഷകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് സാധാരണഗതിയിലൊരു ഗർഭിണിയായ സ്ത്രീക്ക് ഒരു 10-12 കിലോ, നമ്മുടെ ശരാശരി ഒരു ഭാരതത്തിലുള്ള സ്ത്രീകളെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 10-12 കിലോ അധികം തൂക്കം വരും. അപ്പം അത് ഈ പോഷകങ്ങൾ ശരിയായിട്ട് ചെന്നാൽ മാത്രമേ ആ ഒരു വെയിറ്റ് ഗെയിൻ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് നമ്മളുടെ ബേസൽ മെറ്റബോളിസം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ദൈനംദിനം നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത് കുറച്ച് കൂടുതലായിട്ടുള്ള ഊർജം ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാരും സാധാരണ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി തന്നെയാണ് ആഹാരം കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അധികം കഴിക്കണം. അപ്പോൾ പക്ഷെ അത് എത്രത്തോളം അധികം കഴിക്കണം എന്നുള്ള ഒരു കാര്യം അറിയാത്തത് കൊണ്ട് സാധാരണഗതിയിൽ ഇത് കൂടുതലായി കഴിക്കാനുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ നാട്ടിൽ പൊതുവേ കാണുന്നത് ആ സമയത്താണ് സ്ത്രീകൾക്ക് അമിതവണ്ണവും പൊണ്ണത്തടിയും, ഓവർ വെയ്റ്റ്, ഒബീസിറ്റി ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏത് തരം ആഹാരമാണ് അല്ലെങ്കിൽ എത്രത്തോളം അധികം കഴിക്കണം എന്നറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഏതെല്ലാം ആഹാരമാണ് കൂടുതലായി കഴിക്കേണ്ടി വരുന്നത്? ഏതെല്ലാം ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം? അപ്പോൾ നമ്മുടെ സാധാരണ കഴിക്കുന്ന ഒരു ആഹാരത്തിൽ നമുക്കറിയാം, പല തരത്തിലുള്ള ആഹാരത്തിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികമായിട്ട് ആഹാരത്തിൽ വേണ്ട ന്യൂട്രിയൻസ് ആണ്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പിന്നെ നമ്മുടെ പ്രോട്ടീൻ, മാംസ്യം, അതുപോലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്, ഇവയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇവരിൽ നിന്ന് എല്ലാത്തിനുമാണ് നമുക്ക് എനർജി കിട്ടുന്നത്, അല്ലെ ഊർജം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും വൈറ്റമിൻസും മിനറലുകളുമാണ്, വൈറ്റമിനും പിന്നെ ധാതുക്കളും. അപ്പോൾ ഈ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് ഇവയൊന്നും ഇതെല്ലാം പോഷകങ്ങളാണ്. പക്ഷേ നമ്മൾ ഇവയൊന്നും പോഷകങ്ങളായിട്ടല്ല നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ആഹാര വസ്തുക്കളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ പോഷകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ടത് ഏതെല്ലാം ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. ഒന്ന് നമ്മുടെ സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ് എന്ന് പറയുന്ന ധാന്യങ്ങൾ. രണ്ടാമത് നമ്മളുടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമാണ്. മൂന്നാമത് നമ്മൾ പൾസസ് അഥവാ നമ്മൾ പയറുവർഗ്ഗങ്ങൾ പെടുന്നത്. പിന്നെ നമുക്ക് അനിമൽ ഫുഡ്സ്, അതായത് നമ്മളെ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പാല്, മുട്ട, മാംസ്യം, മീൻ ഇങ്ങനെയുള്ളത്. പിന്നെ ഉള്ളത് 5ാമത്തെ തരം എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര, അതുപോലെ ശർക്കര, പിന്നെ എണ്ണ, ഇങ്ങനെയെല്ലാം എണ്ണയും പിന്നെ നമ്മളെ നട്ട്സ്, ഇപ്പോൾ തേങ്ങ അങ്ങനെയൊക്കെയുള്ള കശുവണ്ടി അല്ലെങ്കിൽ കപ്പലണ്ടി, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വിഭാഗമാണ്. ഇങ്ങനെ 5 തരം ആഹാരങ്ങളാണ് സാധാരണ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളുടെ പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത്, ആഹാരം കൂട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരിയാഹാരം അല്ലെങ്കിൽ ധാന്യങ്ങളാണ് സാധാരണ കൂടുതലായി കഴിക്കുന്നത്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ഈ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അരിയാഹാരം അല്ലെങ്കിൽ നമ്മളെ സീരിയൽസ്, ധാന്യങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ മുലയൂട്ടുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ വർഗത്തിൽപ്പെട്ട, അതായത് ധാന്യങ്ങൾ കൂടുതലായിട്ട് വേണ്ടി വരും. അത് എത്രത്തോളം നമുക്ക് പിന്നീട് കാണാം. പക്ഷെ അടുത്ത ഒരു വിഭാഗം എന്ന് പറഞ്ഞത്
പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ്. അപ്പോൾ ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഊർജ്ജം കുറവാണ്, അല്ലെങ്കിൽ കാലറി കുറവാണ്. അതേപോലെ വൈറ്റമിനുകളും മിനറലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. അപ്പം ഇത് നമ്മൾ കൂട്ടിക്കഴിക്കണം. അപ്പോൾ ഇവയിൽ തന്നെ നമ്മളുടെ ഇലക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഇലക്കറികളാണ് നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. അതെത്ര നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അതേപോലെ ഈ ഫ്രൂട്ട്സ്, പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. പിന്നീടുള്ളത് പൾസസ് ആണ്. അപ്പോൾ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധാന്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണമെന്നില്ല. പക്ഷേ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അതെങ്ങനെ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. പക്ഷേ അതിൻ്റെ അളവ് ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കൂട്ടണമെന്നില്ല. പിന്നെ നമ്മളുടെ അനിമൽ ഫുഡ്സ്, അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പാല്, മുട്ട, മാംസ്യം, മീൻ, ഇങ്ങനെയൊക്കെ ഉള്ളു. അതിൽ പാലിൻ്റെ അളവ് നിർബന്ധമായിട്ടും കൂട്ടിയിരിക്കണം. അതായത് സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് 300 ml പാലാണ് വേണ്ടത്. 300 ml എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശരാശരി ഗ്ലാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 200 ml. അപ്പം ചായയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പകുതി പാല് പകുതി വെള്ളം കണക്കാക്കുകയാണെങ്കിൽ ഒരു 100 ml ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ സാധാരണ 2 ഗ്ലാസ് പാലാണ് നമ്മൾ ചായയുടെ രൂപത്തിൽ ചിലപ്പോൾ ഒരു ശരാശരി ഒരു സ്ത്രീ കഴിക്കുക. അപ്പം അതിനോടൊപ്പം ഇടയ്ക്ക് ഒരു 100 ml നമ്മൾ തൈരോ മൂരോ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്കിത് തികയത്തില്ല. ഈ ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തികയത്തില്ല. ഇതൊരു സാധാരണ സ്ത്രീക്കാണ് 300 ml വേണ്ട. അധികമായിട്ട് പാല് 200 ml നമുക്ക് ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് കൊടുക്കണം. അതേപോലെ തന്നെയാണ് അവസാനം നമ്മൾ പറഞ്ഞ ഒരു വിഭാഗം എന്ന് പറയുന്നത് പഞ്ചസാര, അതേപോലെ തന്നെ എണ്ണ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മിതപ്പെടുത്തി ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷെ അത് തീരെ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരത്തിൻ്റെ സ്വാദ് കൂട്ടുന്ന ഒരു ഘടകമാണ്. ആഹാരം ശരിയായ രീതിയിൽ കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര എന്നുള്ളത് പിന്നീട് നോക്കാം. അതുപോലെ തന്നെ എണ്ണയുടെ അളവ് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് കൂടുതൽ വേണം. എത്ര എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ചുരുക്കം പറഞ്ഞാൽ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് അധികം വേണ്ടുന്നത് ഈ പഴങ്ങൾ, പച്ചക്കറികൾ. അത് പച്ചക്കറികളിൽ പ്രധാനമായിട്ടും ഇലക്കറികൾ അധികം വേണം. അതേപോലെ തന്നെ പാലിൻ്റെ അളവ് കൂടുതൽ വേണം. അതുപോലെ തന്നെ എണ്ണ കുറച്ചധികം വേണം. അതേപോലെ തന്നെ നമ്മൾ മുലയൂട്ടുന്ന അമ്മമാരെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 4 വിഭാഗത്തിൽപ്പെട്ട ആഹാരവസ്തുക്കളും അധികം വേണം. അതോടൊപ്പം തന്നെ അവർക്ക് അധികമായിട്ട് ധാന്യം വേണം. അപ്പോൾ അത് അധികം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 30 ഗ്രാം അധികമാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ സാധാരണ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ദോശ, ചപ്പാത്തി ഒക്കെ എടുക്കുകയാണെങ്കിൽ ശരാശരി 25-30 ഗ്രാം വരും. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഏതാണോ ഒരെണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളൊരു 11 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു സമയത്ത് അധികമായിട്ട് കഴിക്കാൻ നോക്കുക. പക്ഷെ അതോടൊപ്പം അവർക്ക് പിന്നെ പ്രോട്ടീൻ അല്ലെങ്കിൽ പൾസസ് കൂടുതലായിട്ട് വേണം. പൾസസ് എന്ന് പറയുന്നത് പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇഡ്ഡലിയോ ദോശ അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കടല എടുക്കുകയാണെങ്കിൽ കടല ഒരു അധികമായിട്ട് അവർക്ക് ഒരു 60 ഗ്രാമൊക്കെ വേണ്ടി വരും. കാര്യം ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് പയറുവർഗ്ഗങ്ങൾ അവർ കൂടുതൽ കഴിക്കണം. അപ്പോൾ നമ്മളൊരു 15 ml ആണ് നമ്മളുടെ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ കടല, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത്രയും അധികം ആയിട്ട് അവർക്ക് വേണം. അപ്പം പാല് കൊടുക്കുന്ന സമയമായതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ അധികം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ആവശ്യമായ അധിക ഭക്ഷ്യവസ്തുക്കളോടൊപ്പം ഒരു നേരം അവർ എക്സ്ട്രാ കഴിക്കണം, അല്ലെങ്കിൽ അധികം കഴിക്കണം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ധാന്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടി വരുന്നുണ്ടോ മാഡം? അത് എത്രത്തോളം അത് ആഹാരത്തിൽ ചേർക്കണം? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗർഭിണികളായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാന്യങ്ങളുടെ അളവ് കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ആവശ്യത്തിന് ധാന്യങ്ങൾ കഴിക്കണം. അപ്പോൾ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് നമ്മൾ ഒരു ഊർജം വേണ്ടി വരിക ഒരു 2100 കാലറി ഒക്കെയാണ് മാക്സിമം. അതായത് ഒരു 1700 തുടങ്ങി 2200, 2700 അവർ ചെയ്യുന്ന ഒരു ജോലിയും പിന്നെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കും. അപ്പം ശരാശരി ഇപ്പം നമ്മൾ ടീച്ചർ അല്ലെങ്കിൽ വീട്ടിലെ ജോലി മാത്രം ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 1700 കാലറി
കാലറിയൊക്കെയാണ് സാധാരണ ഒരു സ്ത്രീക്ക് വേണ്ടത്. അപ്പം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം ഒരു അഡീഷണൽ 350 കാലറി വേണം. അപ്പോൾ ഈ 350 കാലറി സാധാരണ നമ്മൾ വിചാരിക്കും നമ്മൾ ധാന്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അരിയാഹാരം നമ്മൾ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ഈ 350 കാലറി കിട്ടും. അതുകൊണ്ട് തന്നെ ധാന്യങ്ങളുടെ അളവ് കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കഴിക്കുന്ന ധാന്യങ്ങൾ നമ്മളത് ഹോൾ ഗ്രെയിൻസ് കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ അരിയാഹാരം നമ്മൾ ചോറായിട്ടും കഴിക്കും, നമ്മളല്ലെങ്കിൽ അതിനെ ദോശയായിട്ടോ അപ്പമായിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കും. ഗോതമ്പിൻ്റെ കഞ്ഞിയായിട്ട് നമ്മൾ വേണമെങ്കിൽ കുടിക്കാം, പിന്നെ ചപ്പാത്തിയായിട്ട് അല്ലെങ്കിൽ അത് മൈദയായിട്ട് പിന്നെ വേറെ എന്തെങ്കിലും രൂപത്തിലൊക്കെ കഴിക്കും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഹോൾ ഗ്രെയിൻസ് അഥവാ ചോറായിട്ട് തന്നെ കഴിക്കുന്നതാണ്, അല്ലെങ്കിൽ കഞ്ഞിയായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓരോ തവണയും ഇപ്പം ആട്ട മൈദയാക്കി മാറ്റുമ്പോഴൊക്കെ ഇതിൽ നിന്ന് ഫൈബറുകളുടെ എണ്ണം അത് നഷ്ടപ്പെടും, നാരുകളുടെ എണ്ണം. അപ്പോൾ ഈ നാരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഗർഭിണികളായ സ്ത്രീകൾക്ക് ഈ മലബന്ധം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാരുകളുടെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം വൈറ്റമിനുകൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ ബി പോലെയുള്ള വസ്തുക്കൾ നമുക്ക് ഈ ഹോൾ ഗ്രെയിൻസിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് മുഴുവനായിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ധാന്യങ്ങളുടെ കൂടെ നമ്മൾ സീരിയൽസിൻ്റെ കൂടെ നമ്മൾ പറയുന്ന ഒരു കൂട്ടം ആഹാര വസ്തുക്കളാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മില്ലറ്റ്സിൻ്റെ കൂട്ടത്തിൽ നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന റാഗി അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് റാഗി കൊടുക്കുന്ന പോലെ അമ്മയ്ക്കും കഴിക്കാം. അപ്പോൾ ഈ നമ്മളുടെ അത് കുറുക്കിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദോശയുടെ കൂടെ ഇപ്പം ചിലരൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ എത്രമാത്രം കഴിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമ്മൾ പൊതുവെ പറയുമ്പോൾ വെജിറ്റബിൾസിൻ്റെ അതായത് പച്ചക്കറിയുടെ ഇനത്തിൽ തന്നെ 3 തരം പച്ചക്കറികളാണ് ഉള്ളത്. അതിലൊന്ന് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികളാണ്. രണ്ടാമത്തത് നമ്മളുടെ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് എന്ന് പറയുന്ന, അതായത് നമ്മൾ ഇപ്പം ക്യാരറ്റ്, ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ നമുക്കുള്ളത് അതർ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ വെണ്ടയ്ക്ക, കത്തിരിക്ക ഇങ്ങനെയൊക്കെ ഉള്ള സാധനം. അപ്പോൾ ഈ ഗർഭിണികളായ സ്ത്രീകളായാലും മുലയൂട്ടുന്ന അമ്മമാരായാലും അധികമായിട്ട് വേണമെന്ന് പറയുന്ന ഈ 3 കൂട്ടത്തിലും ഇലക്കറികളാണ് നമുക്ക് അവർക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഇലക്കറികൾ അല്ലെങ്കിൽ തന്നെ നമ്മളെ കേരളത്തിൽ സ്ത്രീകളല്ല ആരും തന്നെ നമ്മളിപ്പം നമ്മുടെ കുട്ടികളായിട്ട് നമ്മൾ സർവേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഈ ഇലക്കറികൾ പൊതുവെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുള്ള ദിവസമുള്ള ഭക്ഷണം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറവാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീകൾക്ക് ഇപ്പം അയണിൻ്റെ കാര്യം നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. അതൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഈ ഇലക്കറികൾ എല്ലാ ദിവസവും കഴിക്കണം എന്നുള്ളത് ഒരു ഗർഭിണിയോ ഒരു മുലയൂട്ടുന്ന അമ്മയോ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇലക്കറികളുടെ ഒരു പ്രത്യേകത എന്ന് നമുക്കറിയാം, ഈ പച്ചക്കറികൾ പൊതുവെ പെട്ടെന്ന് നശിക്കുന്നതായതുകൊണ്ട് ഇവയിലെല്ലാം കീടനാശിനികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത്രയും നാൾ നിൽക്കത്തില്ല. അപ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് ചീരയോ പിന്നെ മുരിങ്ങയാണെങ്കിൽ നമുക്കിപ്പം പ്രത്യേകിച്ച് അതിനെ പരിപാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മുരിങ്ങയില, ചീര. പക്ഷേ നമുക്ക് മലയാളിക്ക് സാധാരണ ഇലക്കറികൾ എന്ന് പറയും ഇപ്പം ഇത് അല്ലെങ്കിൽ ഈ കാലത്ത് സാധാരണ നമുക്ക് ചീരയും മുരിങ്ങയിലയും മാത്രമാണ്. പക്ഷെ മറ്റ് പല ഇലകളും നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, പിന്നെ കോവലിൻ്റെ ഇല, ചിക്കുർമാനീസ് എന്ന് പറയുന്നത്. ഈ ചിക്കുർമാനീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനും വലിയ നമുക്ക് നോട്ടമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ്. എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ ഇല കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി ഈ ഇല വർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് കഴിക്കുന്ന ആളുടെ ഒരു ഇഷ്ടവും കൂടെ നോക്കിയിട്ട് മാറ്റി മാറ്റി. അപ്പോൾ പക്ഷേ ഇത് പലപ്പോഴും കഴിക്കാത്തതിൻ്റെ രുചിക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ഇത് പയർ വർഗ്ഗങ്ങളുമായിട്ട് ചേർത്ത് വയ്ക്കാമെങ്കിൽ അത് കുറച്ചുകൂടെ അവർക്ക് ആസ്വാദ്യമായിട്ട് തോന്നും. റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ പറയുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ വൈകുന്നേര സമയത്ത് കപ്പയോ അല്ലെങ്കിൽ ചേനയോ കാച്ചിലോ അങ്ങനെയൊക്കെ പുഴുങ്ങി കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 100 ഗ്രാം റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് അഥവാ കിഴങ്ങ് വർഗ്ഗങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ സാമ്പാറിലൊക്കെ കുറച്ചുണ്ടാവുമെങ്കിൽ അത്രയ്ക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ചായയുടെ കൂടെ വല്ലതും ഇവ പുഴുങ്ങി കഴിച്ചാൽ ആ ഒരു ആവശ്യകത നമുക്ക് കിട്ടും. അതേപോലെ തന്നെ
ഉള്ളത് അതർ വെജിറ്റബിൾസ് ആണ്. അപ്പം മറ്റ് പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പല കളറിലുള്ളത്, നമ്മൾ പറയും ബിബ്ജിയോർ, നമ്മളുടെ റെയിൻബോ കളേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളുള്ള കളേഴ്സ് അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് പറയാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മാറ്റി തിരിച്ച് ഇപ്പം വയലറ്റ് നമുക്ക് കത്തിരിക്ക അങ്ങനത്തെ, അങ്ങനെ ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പല വർണ്ണങ്ങളുള്ളത്, പിന്നെ കഴിയുമെങ്കിൽ വീട്ടിൽ നമ്മൾക്ക് ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, അത് നല്ലതാണ്. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാലഡുകൾ നമ്മൾ ഈ പച്ചക്കറികൾ ഉപയോഗിച്ച് സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ കോവലും കുമ്പളങ്ങ ഇത് രണ്ട് നമ്മുടെ നാട്ടിൽ എപ്പോഴും വളരുന്നതും നമുക്ക് സുലഭമായിട്ട് എളുപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ട്. സാലഡുകൾ എല്ലാവർക്കും പേടിയാണ്, കാര്യം എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് വേറെ വല്ല അസുഖം വരും എന്നൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ഈ കോവലും കുമ്പളങ്ങയും നമുക്ക് ശരിക്കും ഇതിൻ്റെ കൂടെ ഇച്ചിരി നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് തൈരോ, ഉപ്പ്, പച്ചമുളക് വേണമെന്നവർക്ക് പച്ചമുളക്, അപ്പം ഇത് വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കി മാറിയൊക്കെ കഴിക്കാമെങ്കിൽ അതിനകത്ത് ഇപ്പം നാരങ്ങ നീരും കൂടെ വരുമ്പോൾ വൈറ്റമിൻ സിയുടെ അളവും, അപ്പോൾ വൈറ്റമിൻ സി വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്കറികളിലുള്ള ഇരുമ്പിൻ്റെ അംശം അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആഗിരണം ചെയ്യാനായിട്ട് കൂടുതൽ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പച്ചക്കറികളുടെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ പഴവർഗ്ഗങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, അതായത് ഇപ്പോഴാണെങ്കിൽ നമുക്കിപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് സമയത്തൊക്കെ നമുക്ക് ധാരാളം മാമ്പഴം കിട്ടും. അപ്പോൾ മാങ്ങ കൂടുതൽ അല്ലെങ്കിൽ ചക്ക കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ട്സ്, കാര്യം മറ്റ് ഫ്രൂട്ട്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ്സ് ഒക്കെ കലർന്നായിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു 100-150 ഗ്രാമെങ്കിലും സാധാരണ ഒരു സ്ത്രീക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊരു അധികം ഒരു 50 ഗ്രാം കഴിച്ചാൽ കുഴപ്പമില്ല. ഈ പഴങ്ങളും പച്ചക്കറികളും എത്ര കഴിച്ചാലും കുഴപ്പമില്ല, അതാണ്. അതുപോലെ തന്നെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ശരാശരി ഒരു ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 150, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുത്താൽ 100-150 ഒക്കെ കാണും. അപ്പോൾ ഒരു ഫ്രൂട്ട് എന്തായാലും ഒരു ദിവസം ഒരെണ്ണം കൂടെ കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഇടയിൽ എപ്പോഴെങ്കിലും കഴിച്ചാലും മതി, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഏത്തപ്പഴമാണെങ്കിൽ ഏത്തപ്പഴം ഒരു ഫ്രൂട്ടിനെക്കാട്ടിലും കൂടുതൽ അതൊരു ധാന്യത്തിൻ്റെ രീതിയിലുള്ള കലോറി തരുന്നതാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഏത്തപ്പഴമാണെങ്കിൽ ഇപ്പം ഒരു 200 ഗ്രാമൊക്കെ വരും ഒരു ഏത്തപ്പഴം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പകുതി പുഴുങ്ങി കഴിക്കാം, അങ്ങനെ. എന്തായിരുന്നാലും ഫ്രൂട്ട്സും നമ്മൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് എന്നും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. മാംസ്യ ആഹാരം അടങ്ങിയ പൾസസ് എന്ന് പറഞ്ഞ പയറുവർഗ്ഗവും നമ്മുടെ മാംസാഹാരവും മീൻ, മുട്ട, ഇറച്ചി ഇവയൊക്കെ എത്രത്തോളം നമുക്ക് കഴിക്കാം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഊർജത്തിൻ്റെ അളവ് ഗർഭിണിക്ക് 350 കാലറി അധികം വേണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, മുലയൂട്ടുന്ന അമ്മമാർക്ക് ആദ്യത്തെ 6 മാസത്തിൽ അധികമായിട്ട് 600 കാലറി വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കൂടുതൽ വേണം എന്ന് പറഞ്ഞത്. ആ സമയം ഗർഭിണികൾക്ക് അത് ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കുഞ്ഞ് അമ്മയെ ആശ്രയിച്ചാണ്, പോഷകങ്ങൾ ആശ്രയിക്കുന്ന അമ്മയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അധികമായിട്ടും 600 കാലറി ആ സമയത്ത് അമ്മ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 ആഹാര വസ്തുക്കളിൽ നിന്നും ഏറ്റവും പ്രധാനമായിട്ടും ഈ പ്രോട്ടീൻ സോഴ്സ്, അഥവാ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാന്റ് സോഴ്സും ഉണ്ട്, അനിമൽ സോഴ്സും ഉണ്ട്. അപ്പം അതിൽ പയറുവർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളൊരു പ്രോട്ടീൻ സോഴ്സായിട്ട് കാണുന്നത്. അപ്പം ഈ പയറുവർഗ്ഗങ്ങൾ നമ്മൾ മുളപ്പിച്ച് കഴിച്ചാൽ പ്രത്യേകിച്ചും പല ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്കതിൽ വൈറ്റമിൻ സി കൂടും. പിന്നെ ഈ മുളയ്ക്കുന്ന സമയത്ത് ഈ പ്രോട്ടീനുകൾ ചെറിയ അമിനോ ആസിഡുകളായിട്ട് മാറും. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ദഹിക്കാനും ഒക്കെ നല്ലതാണ്. അതേപോലെ വൈറ്റമിൻ സിയുടെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ ഈ ജെർമിനേഷൻ്റെ സമയത്ത് വൈറ്റമിൻ സിയുടെ അളവ് കൂടും. പിന്നെ വളരെ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പാകം ചെയ്യാനായിട്ട് കുറച്ച് ഗ്യാസ് മതി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ ഈ കപ്പയും കാച്ചിൽ ചേനയൊക്കെ പുഴുങ്ങി വൈകുന്നേരം കൊടുക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ചെറുപയർ ശർക്കരയിട്ട് അങ്ങനത്തെ രീതിയിലാക്കി കൊടുക്കാം വൈകിട്ട്. അല്ലെങ്കിൽ ഇപ്പം കടല പുഴുങ്ങിയിട്ട് കടലയോടൊപ്പം നമ്മൾ
ഉള്ളിയും അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇപ്പം നമ്മൾ കടയിലൊക്കെ പോയി ചാട്ട മസാല പോലെയൊക്കെ ഇട്ട് കഴിക്കുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് കുക്ക് ചെയ്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പം ഈ പൾസസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ 100 ഗ്രാം എടുത്താൽ ഒരു 20% അതിൽ പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു പ്രോട്ടീൻ സോഴ്സായിട്ട് കണക്കാക്കുന്നത്. അതേസമയം നമ്മൾ പാലെടുക്കുകയാണെങ്കിൽ 100 ഗ്രാം എടുക്കുമ്പോൾ അതിനകത്ത് 3 ഗ്രാമാണ് പ്രോട്ടീനുള്ളത്. പക്ഷേ പാലിലും മുട്ടയിലെയും പ്രോട്ടീൻ്റെ അളവിനേക്കാളും പ്രോട്ടീൻ്റെ ക്വാളിറ്റി മെച്ചമാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ നമുക്ക് ആവശ്യമുള്ള അമിനോ ആസിഡുകൾ കൂടുതലും പാലിലും മുട്ടയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ പൾസസ് അല്ലെങ്കിൽ പയറുവർഗ്ഗത്തിൽ ചില അമിനോ ആസിഡുകൾ നമുക്ക് അത്യാവശ്യമുള്ള ചില അമിനോ ആസിഡുകൾ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പയറുവർഗ്ഗങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ അരിയുടെ കൂടെ ഇപ്പം നമ്മൾ ദോശയായിട്ട് ഇപ്പം അരി ഉഴുന്നും കൂടെ ചേർന്നാണ് വരുന്നത് അല്ലേ, അപ്പോൾ ഇഡ്ഡലി അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ അരിയിൽ ഈ എന്താണ് നമ്മുടെ പയറുവർഗ്ഗത്തിൽ ഇല്ലാത്ത ചില അമിനോ ആസിഡുകൾ അരി ആഹാരത്തിൽ കാണും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. മാംസ്യം അധികമായിട്ട് മൃഗങ്ങളുടെ മാംസമാണെങ്കിൽ അല്ലെങ്കിൽ മീനായാലും നേരത്തെ പയറുവർഗ്ഗങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ 20% പ്രോട്ടീനാണ് അതിലുള്ളത്. അതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതിലുള്ള അയൺ ഇരുമ്പിൻ്റെ അംശം കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമ്മൾ ആഗിരണം ചെയ്യും. മധുര പദാർത്ഥങ്ങൾ അടങ്ങിയ പഞ്ചസാരയായാലും ശർക്കരയായാലും അത് എത്രത്തോളം കഴിക്കാം? അതുപോലെ എണ്ണ, കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അത് എത്രത്തോളം കഴിക്കും? അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് സാധാരണ ഒരു സ്ത്രീക്ക് 20 ഗ്രാം പഞ്ചസാരയാണ് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പൂണിന് 5 ഗ്രാമാണ്. അപ്പോൾ 4 സ്പൂൺ. അപ്പോൾ നമ്മളിപ്പോൾ 2 നേരം ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് 10 ഗ്രാം ആയി. അപ്പോൾ പിന്നെ ഒരു 10 ഗ്രാമാണ് നമുക്ക് ആ ദിവസം പല രീതിയിൽ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഇതൊരു ഗർഭിണിയായ സ്ത്രീ ആയാലും മുലയൂട്ടുന്ന അമ്മയായാലും ഈ പഞ്ചസാരയുടെ അളവിൽ കൂടുതലാകുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ഉപയോഗിച്ചാൽ നല്ലതാണ്. ശർക്കര, കരിപ്പെട്ടി ഒക്കെ ആണെങ്കിൽ അതിൽ ഇരുമ്പിൻ്റെ അംശവും കൂടെ ഉള്ളതുകൊണ്ടും അത് അത്ര റിഫൈൻഡ് അല്ലാത്തതുകൊണ്ടും അത് നല്ലതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഡയബറ്റിസ് പോലെയുള്ള അസുഖം ഉണ്ടോ, അങ്ങനെയുള്ളവർക്ക് അവരുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ അപ്പോൾ അത് മിക്കവാറും പഞ്ചസാര ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് പഞ്ചസാരയുടെ കാര്യം. പിന്നെ എണ്ണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പഞ്ചസാര പോലെ തന്നെ 20 ഗ്രാം എണ്ണയാണ് ഒരു ദിവസം ഒരു സ്ത്രീക്ക്, സാധാരണ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ ഗർഭിണിയായിരിക്കുമ്പോഴും മുലയൂട്ടുന്ന അമ്മയ്ക്കും 10 ഗ്രാം കൂടുതൽ വേണം. എന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ അധികമായിട്ട് വേണം. അപ്പോൾ 2 ടീസ്പൂൺ അധികമായിട്ട് വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ എണ്ണ അതിലോട്ടോട്ട് അങ്ങനെ 2 എണ്ണത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ഇപ്പം നെയ്യ് നമ്മൾ ചൂട് ചോറിലോട്ട് ഇച്ചിരി 1 സ്പൂൺ ഒഴിച്ച് കഴിക്കാം. അപ്പം ഒരു 10 ഗ്രാം എക്സ്ട്രാ എണ്ണ ഇവർക്ക് ആവശ്യമുണ്ട്. 20 എന്നുള്ളത് 30 ഗ്രാം ആണ് എണ്ണയുടെ ആവശ്യം വരും. പിന്നെ നമ്മൾ എണ്ണയുടെ നമുക്ക് കൊഴുപ്പിൻ്റെ ഒരു സ്രോതസ്സായിട്ട് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ തേങ്ങ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ എണ്ണയുടെ നമ്മുടെ ഈ സമയത്ത് ആവശ്യകത നമുക്ക് തേങ്ങയിൽ നിന്നുണ്ട്. പക്ഷേ തേങ്ങ നമ്മൾ അധികമായിട്ട് കഴിക്കാതെ ശ്രദ്ധിക്കുക. ഒരു 30 ഗ്രാമൊക്കെ തേങ്ങ അല്ലെങ്കിൽ കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഈ നട്ട്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു 40% കൊഴുപ്പുള്ളതുകൊണ്ട് ഇതൊരു പെട്ടെന്ന് ഊർജം കിട്ടാനൊരു നമ്മൾ പറയും ക്വിക്ക് എനർജി സോഴ്സ് അല്ലെങ്കിൽ ഒരു ഊർജത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. അപ്പം നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് ഛർദിയൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് ആഹാരം കഴിക്കാൻ പറ്റാത്തൊക്കെ സമയത്ത് പെട്ടെന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് നട്ട്സ്, അത് തന്നെ നമുക്ക് വില കുറവുള്ള കപ്പലണ്ടിയും കശുവണ്ടിയും തമ്മിൽ വില വളരെ വ്യത്യാസം ഉണ്ടെങ്കിലും കപ്പലണ്ടിയിലുള്ളത് ഏകദേശം ഈ കശുവണ്ടിയിലുള്ള പോലെ തന്നെ ഉള്ള പോഷകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ നട്ട്സും ദിവസവും കുറച്ച് നട്ട്സ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. എത്രമാത്രം വെള്ളം ഇവർ ശരാശരി ഒരു ദിവസം കഴിക്കേണ്ടതായിട്ടുണ്ട്? വെള്ളത്തിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്പെഷ്യലി നമ്മളിപ്പം നമ്മുടെ ചൂട് കാലഘട്ടമാണ്. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് വളരെ
കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. മൂത്രത്തിൽ പഴുപ്പ് വന്നതുകൊണ്ട് ഈ കുഞ്ഞിനായാലും അല്ലെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വെള്ളം ആവശ്യത്തിന് കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അളന്ന് തന്നെ ഇപ്പോൾ 2 മുതൽ 3 ലിറ്റർ വെള്ളമാണ് ഈ ഒരു സമയത്ത് ഗർഭിണിക്കായാലും മുലയൂട്ടുന്ന അമ്മ ആയാലും ആവശ്യമായിട്ട് വരിക. അപ്പം അത് അളന്ന്, ഇപ്പോൾ 1 ലിറ്റർ കുപ്പി ഉണ്ടെങ്കിൽ അത് ഒരു 3 കുപ്പി അത് അളന്ന് വെച്ചിട്ട് ആ ദിവസം ആ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിനോടൊപ്പം നമ്മൾ വേറെ, ഇപ്പോൾ വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേറെ പാനീയങ്ങൾ, ഇപ്പോൾ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ മോരും വെള്ളം, കരിക്കും വെള്ളം, ഇങ്ങനെയുള്ള എന്തെങ്കിലും പാനീയമാണ് നമുക്ക് കുടിക്കാം. പക്ഷേ ഇത്രയെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം, വളരെ അത്യാവശ്യമാണ്. ഈ മൂത്രത്തിൽ പഴുപ്പ് പോലെ തന്നെ വേറൊരു പ്രശ്നം വരുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് മലബന്ധം. അപ്പം മലബന്ധം വരാതിരിക്കാനും ഈ ശരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ ആവശ്യമാണ്. അംഗൻവാടിയിലെ എന്തൊക്കെ സേവനങ്ങളാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ലഭ്യമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ? പിന്നെ നമ്മൾക്ക് ഈ പലപ്പോഴായിട്ട് നമുക്ക് ഈ അധികമായിട്ട് ഈ പ്രത്യേകിച്ച് നമ്മൾ പഴങ്ങൾ പച്ചക്കറികളൊക്കെ അധികം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അത് വാങ്ങിക്കേണ്ടി വരും. അപ്പം നമ്മൾക്ക് അംഗൻവാടിയിൽ നിന്നും ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പോഷകഗുണമുള്ള ആഹാരം വസ്തുക്കൾ നൽകുന്നുണ്ട്. അപ്പോൾ അടുത്ത അംഗൻവാടിയിൽ എന്തായാലും ഒരു ഗർഭിണിയായാലും മുലയൂട്ടുന്ന അമ്മയായാലും അടുത്തുള്ള അംഗൻവാടിയിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ അംഗൻവാടി രജിസ്റ്റർ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ അവിടുന്ന് നമുക്ക് ഈ പോഷകഗുണമുള്ള ആഹാരം അല്ലെങ്കിൽ ആഹാര വസ്തുക്കൾ കിട്ടുന്നതിനോടൊപ്പം ഇനി നമ്മളുടെ മറ്റു കാര്യങ്ങൾ അവർ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് ഒരു ഗർഭിണി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അംഗൻവാടിയിലുള്ള നമ്മൾ അംഗൻവാടി ടീച്ചറായാലും ഹെൽപ്പറായാലും അവരൊക്കെ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഒരുപാട് ഗർഭിണികളെയൊക്കെ കാണുന്നതാണ്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുമായിട്ട് അവർ ഇടപഴകുന്നതാണ്. അപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉപദേശങ്ങളൊക്കെ അവരിൽ നിന്ന് കിട്ടും. അതോടൊപ്പം ശരിയായ സമയത്ത് എപ്പോഴാണ് കുഞ്ഞിന് കുത്തിവയ്പ്പ് കൊടുക്കേണ്ടത്, ചില അംഗൻവാടികളിൽ കുത്തിവയ്പ്പ് അവിടെ വെച്ച് തന്നെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു അംഗൻവാടി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മയോ അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം. അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും പഥ്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങളോ ഉണ്ടോ ഗർഭാവസ്ഥയിൽ? അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ്, ഇപ്പം നമുക്ക് ഈ ഗർഭിണിയായിരിക്കുമ്പോൾ ഇന്ന ആഹാരം കഴിക്കാവോ, അല്ലെങ്കിൽ ഇത് കൂടുതലായി കഴിക്കണം, അല്ലെങ്കിൽ അത് കഴിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കുള്ള സംശയം, നിങ്ങൾ ആരെയാണോ ഡോക്ടറെ കാണുന്നത് ആ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ച് ദൂരീകരിക്കുന്നതാണ് നല്ലത്. പക്ഷെ പൊതുവെ പറഞ്ഞാൽ ഈ പലർക്കും ചില ആഹാരങ്ങൾ അലർജി ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കൊഞ്ച് ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അലർജിയുള്ള ആഹാര വസ്തുക്കൾ നിർബന്ധമായിട്ട് ഈ സമയത്ത് പ്രത്യേകിച്ചും ഒഴിവാക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഇപ്പം അഡിക്ഷൻസ് ഉണ്ടാക്കുന്ന ആഹാര വസ്തുക്കൾ, ഇപ്പം സ്ത്രീകളാകുമ്പോൾ പൊതുവെ മദ്യപാനം ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കണം. പിന്നെ അതേപോലെ നമ്മളുടെ കാപ്പിയുടെ ഉപയോഗം കാപ്പി ചെറിയ തോതിൽ കുഴപ്പമില്ല, പക്ഷെ അധികമായിട്ട് കാപ്പി കുടിച്ചാൽ അതൊരു സ്റ്റിമുലൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉത്തേജക വസ്തുവാണ്, നമ്മുടെ ഉറക്കത്തിനെയൊക്കെ അത് ബാധിക്കാനും ചില പഠനങ്ങളിൽ അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതായിട്ടൊക്കെ പറയുന്നത്. അതേപോലെ തന്നെയാണ് പുകയിലയുടെ ഉപയോഗം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരത്തിൻ്റെ ശുചിത്വം അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ട്? ആഹാരം കഴിക്കുന്നത് ശരിയായ അളവിലും ശരിയായ രീതിയിലും കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത് വളരെ ക്ലീനായിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന രീതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഈ സമയത്ത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഗർഭിണികളെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം പ്രത്യേകിച്ച് അവർക്ക് ഛർദിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലർക്കും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കാനൊക്കെ ഒരു മടി, അല്ലെങ്കിൽ അത് കാരണം മണം പിടിക്കാതെയൊക്കെ വരും. അപ്പോൾ നമ്മൾക്ക് ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സ്ത്രീ അല്ലെങ്കിൽ അയൽപ്പക്കക്കാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ഗർഭിണികളെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള വീട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതേപോലെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള സാധനം
ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആഹാരവസ്തുക്കൾ തുറന്നു വയ്ക്കാതെ ഇരിക്കുക. കൈയുടെ ശുചിത്വം, ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടാണ്. കൈ കഴുകണം. സാധാരണ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകും, പക്ഷെ അതിനെക്കാട്ടിയും പ്രധാനമാണ് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ശേഷം കൈ കഴുകുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള അണുബാധയും വരാൻ പാടില്ല. അപ്പോൾ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അണുബാധ ഉണ്ടാവും. ശരിയായ രീതിയിൽ ഭക്ഷണം അത് പാകം ചെയ്ത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പലതരത്തിലുള്ള അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ഛർദിലുള്ള ഗർഭിണികൾ ആഹാര ക്രമീകരണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ ഈ ആഹാരം കഴിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതൽ കഴിക്കണം എന്ന് പറയും. പക്ഷേ ആ സമയത്ത് ഈ ഛർദിയൊക്കെ കാരണം പലപ്പോഴും പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 3 മാസം സമയത്തൊക്കെ ഈ ഗർഭിണികൾക്ക് കഴിക്കാനുള്ള പ്രയാസങ്ങൾ. അപ്പോൾ ഇത് ഓരോ സ്ത്രീക്കും വ്യത്യാസമാണെങ്കിലും പൊതുവെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ തോതിൽ, അതായത് നമുക്കിപ്പം രാവിലെ സാധാരണ 2 ഇഡ്ഡലി കഴിക്കുമെങ്കിൽ അത് ഒരെണ്ണം കഴിച്ച് പിന്നീട് ഒന്ന് കഴിക്കുക. അതായത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് എന്ന് പറയും. കുറച്ചായിട്ട് കഴിച്ചാൽ ഈ ഛർദിയുടെ ഒരു ശമനം കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇത് എരിയും പുളിയുമുള്ള കൂടുതലായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അസിഡിറ്റിയുടെ പ്രശ്നം വരാനും യോക്കാനും ഛർദിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എരിയും പുളിയൊക്കെ കുറച്ച് ഉപയോഗിക്കുക. പിന്നുള്ളത് ഈ ഡ്രൈ ആയിട്ടുള്ള, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ഇപ്പം അവിടെ കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ആഹാരവസ്തുക്കൾ, ഇപ്പോൾ നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈത്തപ്പഴമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അടുത്ത് വെച്ചിട്ട് അത് പിന്നെ ഉണക്കമുന്തിരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് രാവിലെ കഴിക്കുന്നുണ്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഛർദി ഉള്ളതുകൊണ്ട് എന്തായാലും കഴിച്ചാൽ ഛർദിച്ച് പോകും എന്ന് വിചാരിച്ച് ആഹാരം കഴിക്കുന്ന അളവ് കുറയും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തായാലും ആഹാരം കഴിക്കണം, പോയാൽ പോട്ടെ, പിന്നെ കഴിക്കുക. അതേപോലെ വെള്ളം ധാരാളം കുടിക്കുക. കാരണം ഈ ഛർദിച്ച് പോകുന്നത് കൊണ്ട് സ്ത്രീക്ക് അവർക്കുണ്ടാവാൻ ഉള്ള സാധ്യത ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ അത് കാരണം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം അല്ലെങ്കിൽ പാനീയങ്ങൾ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് കഴിക്കാം. ഇരുമ്പ് തുടങ്ങിയ മറ്റ് ധാതു ലവണങ്ങൾ എത്രത്തോളം ഗർഭിണി കഴിക്കേണ്ടതായിട്ടുണ്ട്? നമ്മൾ ആഹാരത്തിൽ നിന്ന് ഇപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ആവശ്യം, അയണിൻ്റെ ഒരു ആവശ്യം വളരെ കൂടുതലാണ് ഈ ഗർഭിണികളായ സ്ത്രീകളായാലും മുലയൂട്ടുന്ന അമ്മമാരായാലും. അപ്പോൾ നമ്മൾ വിചാരിക്കുക ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിൻ്റെ അംശം പോരെ നമ്മൾ കൂടുതലായിട്ട് ഇലക്കറികളൊക്കെ കഴിക്കാം, അയൺ ഫോളിക് ആസിഡ് ഗുളിക കഴിക്കേണ്ടതാണ്. പക്ഷേ എത്ര നമ്മൾ ആഹാരത്തിൽ അയൺ ഉള്ള ആഹാരവസ്തുക്കൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ആവശ്യമുള്ള അയൺ അത്രയും നമുക്ക് കിട്ടത്തില്ല. അതിൽ ഒരു കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഓൾറെഡി അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ഗർഭിണി ആയിരിക്കാത്ത സമയത്ത് തന്നെ സ്ത്രീകൾക്ക് അയണിൻ്റെ അളവ് കുറവായിരിക്കും, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കും, അനീമിക്കായിരിക്കും, അല്ലെങ്കിൽ വളർച്ച ഓൾറെഡി കാണും. അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തും മുലയൂട്ടുന്ന സമയത്തും ഒക്കെ ഇതിൻ്റെ ആവശ്യം കൂടുതൽ വരുന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന അയൺ എന്ന് പറയുന്നത് അത്രത്തോളം ആഗീരണം ചെയ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പല ആഹാരങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും അയൺ ഗുളിക കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അയൺ ഗുളിക കഴിക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലബന്ധം വരാം, അല്ലെങ്കിൽ നമുക്ക് നെഞ്ചെരിച്ചിൽ വരും ചിലർക്ക് ഈ ഒരു മെറ്റാലിക് ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വെറും വയറ്റിൽ അയൺ ഗുളിക കഴിക്കാതിരിക്കുക. ഡോക്ടറോട് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ കഴിക്കുന്ന അയൺ മാറ്റി വേറൊരു ഫോമുലേഷൻസ് വേറൊരു ബ്രാൻഡോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തരാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതോടൊപ്പം ഇപ്പം നമ്മൾ ഈ അയൺ ഗുളിക കഴിക്കുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റമിൻ സി അതിൻ്റെ ആഗീരണം കൂട്ടും എന്നുള്ളതുകൊണ്ട് വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ, ഉദാഹരണത്തിന് നെല്ലിക്ക, അപ്പോൾ അത് ഗുളിക കഴിച്ച് ഒരു നെല്ലിക്കയും കൂടെ ചവച്ച് കഴിച്ചാലേ നല്ലതാണ്. അതുപോലെ അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാം. ഇപ്പം നമ്മൾ മാംസ്യം കഴിക്കുന്ന മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പം ഹോട്ടലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ ചിക്കൻ്റെ ഒക്കെ കൂടെ ഒരു നാരങ്ങ വെച്ചിരിക്കും. അപ്പോൾ അതെടുത്ത് കളയാതെ അതും കൂടെ പിഴിഞ്ഞൊക്കെ കഴിക്കും, നല്ലതല്ലേ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അയൺ ഗുളിക കഴിക്കുന്നതോടൊപ്പം ഈ പറഞ്ഞൊരു നാരങ്ങ വെള്ളം ഒരു നെല്ലിക്കയൊക്കെ കഴിച്ചാൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടും.
അതുപോലെ ഈ മെറ്റാലിക് ടേസ്റ്റും അങ്ങ് മാറിക്കിട്ടും. ഇരുമ്പ് കഴിക്കുന്ന ഗർഭിണികളുടെ കുട്ടികൾ കറുത്തിരിക്കും എന്ന് പറയുന്നതിൽ സത്യാവസ്ഥ ഉണ്ടോ മാഡം? അങ്ങനെ ഒരു ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അയൺ ഗുളി എന്ന് വെച്ചാൽ മലത്തിന് ഒരു നിറവ്യത്യാസം വരും, പക്ഷേ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കളർ വ്യത്യാസം വരുമെന്നും തോന്നുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നിറവ്യത്യാസം വരും. അപ്പം കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾ വെളുത്തിരിക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ അത് കാരണം കറക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും ഗുളിക കഴിക്കാതെ ഇരിക്കും. ഇപ്പോൾ കളറിലല്ല പ്രധാനം, നമുക്ക് കുഞ്ഞിനെ ആരോഗ്യത്തോടെ കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അയൺ നമ്മൾ ശരിയായപ്പോൾ 150 ഗുളികയാണ് ഒരു ശരാശരി ഒരു സ്ത്രീ അനീമിയ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വളർച്ച ഇല്ലെങ്കിൽ ഒരു സ്ത്രീ 180 ഗുളിക ആദ്യത്തെ 3 മാസം കൊടുക്കാറില്ല. അത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസം കൃത്യമായിട്ടും ഗുളിക കഴിക്കണം. അതോടൊപ്പം മുലയൂട്ടുന്ന സമയത്തും ഡോക്ടർ പറയുന്ന അനുസരിച്ച് അയണും കാൽസ്യം ഗുളികയും. പിന്നെ ഈ അയണും കാൽസ്യവും കൂടെ ഒരുമിച്ച് നമ്മൾ കഴിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം അയണിൻ്റെ ആഗീരണം ഈ കാൽസ്യം അത് കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് സമയത്ത് കഴിക്കുക. പക്ഷേ കാൽസ്യം ഗുളികയും വളരെ ആവശ്യമാണ്. അപ്പോൾ കാൽസ്യം പറഞ്ഞപ്പോൾ നമ്മൾ മറ്റ് ധാതുക്കൾ, അതായത് ഇപ്പോൾ അയണും കാൽസ്യവും നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മെഗ്നീഷ്യം, സിങ്ക്, ഇതെല്ലാം ഈ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രധാനപ്പെട്ടതാണ്, ആവശ്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ വൈറ്റമിനുകൾ, പ്രധാനപ്പെട്ട വൈറ്റമിനുകൾ കൂടുതലായി ഈ സമയത്ത് ആവശ്യമുള്ളത് ഒന്ന് ഫോളിക് ആസിഡാണ്. അപ്പോൾ ഫോളിക് ആസിഡ് ഗുളിക നമ്മൾ ഗർഭിണി ആയിരിക്കുന്നതിന് മുന്നേ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒരു ഗർഭിണി ആവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കഴിച്ചു തുടങ്ങിയാൽ നമ്മൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയുന്ന ന്യൂറൽ ട്യൂബുകളുടെ വൈകല്യങ്ങൾ അത് വരാതിരിക്കാൻ ഈ ഗുളിക കഴിക്കേണ്ടത് ആവശ്യമാണ്. ഫോളിക് ആസിഡ് ഗർഭിണിക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B12, വൈറ്റമിൻ B6, വൈറ്റമിൻ C, ഇങ്ങനെ പല വൈറ്റമിൻ A, ഇതെല്ലാം കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ വൈറ്റമിനുകളും മിനറലുകളും കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിർബന്ധമായിട്ടും കഴിക്കുകയും ആവശ്യത്തിനോ അതിൽ കൂടുതലോ കഴിക്കുകയും വേണമെന്ന് പറഞ്ഞത്. ഇതോടെ നമ്മുടെ ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി ഡോക്ടർ സിനിയ. നന്ദി, നമസ്കാരം. നമസ്കാരം.